2026 മാർച്ചിന് മുന്നോടിയായി രാജ്യത്ത് നിന്ന് എല്ലാ മാവോയിസ്റ്റുകളും തുടച്ചു നീക്കുന്നതാണ് അമിത്ഷാ. ഈ വിഷയത്തിൽ സഹീറിന് എന്താണ് പ്രതികരിക്കാറ്? അതെ, അമിത്ഷാ ഇവിടെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തുള്ള മാവോയിസ്റ്റുകളോട് അവരുടെ ആയുധം താഴെ വെച്ച് കേന്ദ്ര സർക്കാരിനോട് ചർച്ചയ്ക്ക് വരണമെന്നും അല്ലാത്ത പക്ഷം നേരിട്ടുള്ള ഏറ്റുമുട്ടലിലൂടെ നിങ്ങളെ അവസാനിപ്പിക്കുമെന്നാണ് അമിത്ഷാ വ്യക്തമായിട്ട് തന്നെ മാവോയിസ്റ്റുകളോട് പറഞ്ഞിട്ടുള്ളത്. സഹീർ, അപ്പൊ ഇതിന് മറുപടിയായിട്ട് ഒരു ഗ്രൂപ്പ് എന്തോ അതിന് അംഗീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അമിത്ഷാനോട്. എന്താണ്? അല്ല, അതില് മാവോയിസ്റ്റുകളിൽ ഇപ്പം രണ്ട് തരത്തിലുള്ള ചർച്ചകളാണ് മാവോയിസ്റ്റുകളുടെ ഭാഗമായിട്ട് കാണുന്നത്. ഒരു വിഭാഗം പറയുന്നത് പൂർണ്ണമായും ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ചർച്ചകൾക്ക് തയ്യാറാണെന്നും ആയുധം താഴെ വെച്ച് ചർച്ചകൾക്ക് തയ്യാറായി ഞങ്ങൾ സമാധാനത്തിന്റെ പാതയിലേക്ക് വരാമെന്നും പറയുമ്പോൾ മറ്റൊരു വിഭാഗം ഞങ്ങൾ ഇതിനൊന്നും ചർച്ചയുടെ ഭാഗമില്ല, ഞങ്ങൾ ആയുധമായി പോരാടാൻ തന്നെയാണ് മാവോയിസ്റ്റുകൾ പറയുന്നത്. അവര് ഇപ്പോഴും ആകെ ഒതുങ്ങിയിരിക്കുന്ന ഈ ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ ജാർഖണ്ഡ്, ഈ ബീഹാറിന്റെ ചില ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഈ തെലങ്കാനയുടെ ചില ഭാഗങ്ങൾ, ഈ പ്രദേശങ്ങളിലാണ് മാവോയിസ്റ്റുകൾ ഒതുങ്ങി നിൽക്കുന്നത്. അവിടെയും ശക്തമായ രീതിയിലുള്ള ഏറ്റുമുട്ടലുകളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്നത്. മാവോയിസ്റ്റുകൾ ആയുധം താഴെ വെക്കാതെ നിന്നു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിലുള്ള ഭവിഷ്യത്തുകൾ അനുഭവിക്കുമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് മാവോയിസ്റ്റുകൾക്ക് വാർണിംഗ് കൊടുത്തിട്ടുള്ളത്. ഈ ശക്തമായ ഈ തീരുമാനങ്ങൾ ഗവൺമെന്റ് എടുക്കുന്നതിനോടൊപ്പം അവര് ഉന്നയിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ ഇല്ലയോ? ഇല്ല, മാവോയിസ്റ്റുകൾ ഉയർത്തുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് അധികാരം പിടിച്ചെടുക്കാനാണ് അവരുടെ ആശയം. അല്ലാതെ ഇവിടുത്തെ വികസന പ്രശ്നം മാത്രമല്ല മാവോയിസ്റ്റുകൾ ഉയർത്തുന്നത്. ഈ രാജ്യത്ത് മാവോയിസ്റ്റുകൾ അധികാരം പിടിച്ചെടുക്കാനാണ് ആയുധം എടുത്തത്. നിങ്ങൾക്കറിയാം മാവോയിസ്റ്റുകളുടെ ചരിത്രം. മാവോയിസ്റ്റുകൾ ബംഗാളിലെ നക്സൽ ബാരയിൽ നിന്ന് ഒരു കൂട്ടം യുവാക്കൾ ആയുധമെടുത്ത് ഈ രാജ്യത്തിന്റെ ഭരണവ്യവസ്ഥയെ അട്ടിമറിക്കാൻ വേണ്ടി രൂപം കൊടുത്തിട്ടുള്ള സംഘടന പിന്നീട് പല ഗ്രൂപ്പുകളിലായി പല പ്രദേശങ്ങളിൽ ചിതറിത്തെറിച്ച് 2004 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് എന്ന പേരിൽ ഒരു സംഘടനയായി രൂപം കൊള്ളുകയും പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമി എന്ന രീതിയിൽ ഒരു സായുധ ആർമി രൂപീകരിക്കുകയും നമ്മുടെ കേരളത്തിലും പശ്ചിമഘട്ട മേഖലയിൽ പശ്ചിമഘട്ടം കബനി ദളം, ഭവാനി ദളം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ജനങ്ങളെ, ആദിവാസി വിഭാഗങ്ങളിലുള്ള യുവാക്കളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇവരുടെ ഇടപെടലുകൾ സമൂഹത്തിന്റെ ഭാഗമായി വലിയ രീതിയിൽ ചോദ്യം ചെയ്യാൻ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും അതുപോലെ ഈയുള്ള പ്രദേശങ്ങളിൽ ഗവൺമെന്റ് വികസനം എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവർക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്ന സ്ഥിതിയാണ് കണ്ടിട്ടുള്ളത്. ഇവര് ഉയർത്തുന്ന ഈ എക്സ്ട്രീമിസ്റ്റ് രാഷ്ട്രീയം, ഈ ഭീകരമായ രാഷ്ട്രീയത്തെ മാറ്റി ഇവർ പൊതു രാഷ്ട്രീയത്തിലേക്ക് വന്നുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രാഷ്ട്രീയം മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ പറയാൻ സാധിക്കും. അല്ലാതെ ഇവർ തോക്കെടുത്ത് വെടിവെക്കാനുള്ള ശ്രമം നടത്തരുത് എന്നാണ് ഗവൺമെന്റ് കൃത്യമായ രീതിയിൽ ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളത്. ഇവര് കീഴടങ്ങുകയാണെന്ന് വിചാരിക്കാം. കീഴടങ്ങി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കയ്യിൽ ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പുനരധിവാസ പ്ലാനുകളോ അല്ലെങ്കിൽ ജോലി കൊടുക്കുമോ എന്തെങ്കിലും സാഹചര്യം ഗവൺമെന്റ് ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കർണാടകയിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അത്തരത്തിൽ മാവോയിസ്റ്റുകൾ, കീഴടങ്ങുന്ന മാവോയിസ്റ്റുകൾക്ക് പുനരധിവസിപ്പിക്കാൻ ഗവൺമെന്റ് പ്രത്യേക പാക്കേജുകൾ തയ്യാറാക്കുന്നുണ്ട്. ഈ പറഞ്ഞ പ്രദേശങ്ങളിലും ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും അതത് ഗവൺമെന്റുകൾ കീഴടങ്ങുന്ന മാവോയിസ്റ്റുകളെ പുനരധിവസിപ്പിക്കാനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും. ഈ മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത് പൗരന്മാർ തന്നെയാണ്. അവർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആദിവാസി വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളാണ്. അവർക്ക് ചില ആശയങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ മൂലം അവർ തോക്കെടുത്ത് ഈ രാജ്യത്തിന്റെ സിസ്റ്റത്തെ തന്നെ അട്ടിമറിക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അവർക്ക് അവരുടെ ജെനുവിൻ ആയിട്ടുള്ള രാഷ്ട്രീയം പൊതു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഉന്നയിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടി പറ്റും. ബുള്ളറ്റുകളല്ല ഇനി വേണ്ടത്. ഈ രാജ്യത്ത് ഒരുപാട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റണം. ഈ രാജ്യത്തിന് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ ഇത്തരത്തിലുള്ള ആന്തരികമായ തടസ്സങ്ങളുണ്ട്. ആ ആന്തരികമായ തടസ്സങ്ങളെ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു വലിയൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മാവോയിസ്റ്റ് മേഖലയിലുള്ള ഗവൺമെന്റ് തീരുമാനം, ഇടപെടലുകൾ. അത് അവർ പറയുന്നത് ആദ്യം നമ്മൾ ഡയലോഗ്സിന് തയ്യാറാകണം എന്നാണ്. ആ ഡയലോഗ്സ് നിങ്ങൾ നിൽക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ ബുള്ളറ്റ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞങ്ങളും ബുള്ളറ്റ്സ് ഉപയോഗിക്കുമെന്നുള്ള സ്റ്റേൺ ആയിട്ടുള്ള ഒരു വാർണിംഗ് ആണ് ഇതിന്റെ അകത്ത് ഹോം മിനിസ്ട്രി ഈ മാവോയിസ്റ്റുകൾക്ക് കൊടുത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും.